ഇത് ജസ്റ്റ് നമുക്ക് കണക്ഷനൊക്കെ എങ്ങനെ കൊടുക്കാന്നൊക്കെ ഉള്ളത്. ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓൺ ആവും. DC to AC ഒരു കൺവേർട്ടർ ഏകദേശം 10 രൂപ വില വന്നിട്ടുണ്ട്. റിലേ മൊഡ്യൂൾ ആണ്. ഇതൊരു ടച്ച് സെൻസർ ആണ്. ഇത് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്ന നേരത്തെ BMS ബോർഡാണ് മേടിച്ചിട്ടുള്ളത്. നമ്മള് 9 എണ്ണം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം ഒരു എമർജൻസി ഘട്ടത്തിൽ. ഇങ്ങനെ ഒരു ഫിറ്റിംഗ്സ് ആണ് വന്നിട്ടുള്ളത്. ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നത്തെ പോലെ ഇന്നും ഒരു പാഴ്സൽ മേടിച്ചിട്ടുണ്ട്. 2 സൈറ്റിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ വീട്ടിൽ ഒരുപാട് ഉപകാരം വരുന്ന കുറച്ച് ഇലക്ട്രോണിക് സ്പെയർ പാർട്സ് ആണ്. അതുകൂടാതെ വീട്ടിലേക്ക് ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റുകൾ കൂടിയുണ്ട്. നമുക്ക് ഇവയെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാം. അപ്പോ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്തേക്കാം. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറിൽ പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അധികം ഒന്നും പറഞ്ഞ് ലാഘടിപ്പിക്കുന്നില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ചൊരു പാഴ്സൽ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇതാണ് നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ച പ്രോഡക്റ്റ്. ഇതിനൊരു ഡബിൾ സൈഡ് ടൈപ്പും ഇങ്ങനെ ഒരു ഫിറ്റിംഗ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേബിള് അതുപോലെ കട്ടില് സാധനങ്ങളുടെ ഒക്കെ അടിയിൽ ഇതുപോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വീട്ടിലെ സ്ത്രീകൾക്കായാൽ പോലും അനായാസേന മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 4 കാലിൽ ഇതുപോലെ ഫിറ്റ് ചെയ്താൽ മതി. സ്ക്രൂ ചെയ്യാനും ഇത് അതല്ലാതെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമുക്കിത് ഒട്ടിക്കാൻ സാധിക്കും. ഇത് നമുക്ക് വീഡിയോയുടെ അവസാനം ഫിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഇതിനാകെ കൂടി വന്നിട്ടുള്ള വില 127 രൂപയാണ് 2 സെറ്റിന്, അതായത് 8 പീസ് ഉണ്ടാവും. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത പാഴ്സൽ. അടുത്തത് നമ്മൾ ക്യൂട്ടസ് സൈറ്റിൽ നിന്ന് മേടിച്ച പ്രോഡക്റ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ സൈറ്റിൽ നിന്ന് നമ്മൾ നേരത്തെയും മേടിച്ചിട്ടുണ്ട് പ്രോഡക്റ്റ്. ഈ ഓരോ പ്രോഡക്റ്റിനും ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന വില എനിക്ക് കാര്യമായിട്ട് അറിയില്ല. നിങ്ങൾക്ക് ഇത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും കമന്റ് ആയിട്ട് എഴുതണം. ഇതിന്റെ വില പുറമേ നിന്ന് മേടിച്ച് അറിയുന്നവർ ഒന്ന് കമന്റ് ആയിട്ട് എഴുതിയേക്കുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതൊരു കുഞ്ഞ് പോർട്ടബിൾ പവർ ബാങ്ക് ആണ്. ഇത് ഞാൻ ഒരുപാട് സൈറ്റിലൊക്കെ നോക്കിയതിന് ശേഷം ഇതിൽ കണ്ടപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. ഇതിൽ നമുക്ക് ഒരു ലിഥിയം അയൺ ബാറ്ററി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം. തീരെ ചെറുതാണ്, ഒരു അലുമിനിയം ബോഡിയിൽ വന്നിട്ടുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാനും ഔട്ട് എടുക്കാനുമുള്ള സംവിധാനമൊക്കെ ഉണ്ട്. നമുക്കിതൊരു പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം ഒരു എമർജൻസി ഘട്ടത്തിൽ. ഒരു 4-5 ബാറ്ററി ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി മാറ്റി ഉപയോഗിക്കുകയും ചെയ്യും. ഇതിന് വില വന്നിരിക്കുന്നത് 147 രൂപയാണ്. അതുകൂടാതെ ഇതുപോലത്തെ ലിഥിയം ബാറ്ററികൾ നമ്മളൊരു 9 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഒരു ബാറ്ററിക്ക് നമുക്ക് വില വന്നിട്ടുള്ളത് 37 രൂപ 76 പൈസ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ബാറ്ററിക്ക് ഇതുപോലെ ഇത് പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് പവർ ബാങ്ക് ആയി. ഇത് ഫോണൊന്ന് ജസ്റ്റ് ചാർജ് ചെയ്ത് നോക്കാം. സംഭവം ചാർജ് ആകുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ മൈക്രോ USB കേബിൾ ഉണ്ടെങ്കിൽ നമുക്കിത് ചാർജ് ചെയ്യാനും സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ഓരോ പ്രോഡക്റ്റുകൾ നോക്കാം. ഇതുപോലത്തെ 9 ബാറ്ററിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അടുത്തത് ഒരു 18 വോൾട്ടിന്റെ ഒരു BMS ബോർഡാണ് മേടിച്ചിട്ടുള്ളത്. നമ്മള് ഈ BMS ബോർഡിന് വില വന്നിട്ടുള്ളത് 228 രൂപയാണ്. ഇത് നമ്മളെ വയർലെസ് ഡ്രിൽ സെറ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്ററി പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാറ്ററി ഇത് മേടിച്ചത്. ഒരു 5 ബാറ്ററി വെച്ചിട്ട് ഒരു ബാറ്ററി സെറ്റ് ചെയ്യുന്നത് വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. ഒരു ബാറ്ററി പാക്ക് സെറ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി മേടിച്ച ഒരു BMS ആണ്. അടുത്തതായി നമ്മൾ മേടിച്ചിട്ടുള്ളത് ഒരു DC വോൾട്ട് മീറ്റർ ആണ്. ഇത് 5 വോൾട്ട് മുതൽ 30 വോൾട്ട് വരെ. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിന് വില വന്നിട്ടുള്ളത് 75 രൂപയാണ്. ഇതിനൊരു പച്ച ഡിസ്പ്ലേ ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിന് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്ന നേരത്ത് ഇതേപോലെ നമുക്ക് വോൾട്ട് ഇതിൽ കാണാൻ കഴിയും. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അടുത്ത ഒരു ആക്റ്റീവ് ബസർ ബോർഡാണ്. ഒരു 5 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ബോർഡാണ്. ഇതൊരു പ്രോജക്റ്റിന് വേണ്ടി മേടിച്ചാണ്. ഇത് 2 പീസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. 33 രൂപയാണ് നമുക്ക് ഇതിലെ ഒരു പീസിന് വില വന്നിട്ടുള്ളത്. നമുക്ക് ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. ടച്ച് സെൻസർ ആണ്. നമ്മൾ 3 പീസ് മേടിച്ചിട്ടുണ്ട്. ഇത് ഒന്നിന് വില വന്നിട്ടുള്ളത് 10 രൂപ സംതിങ് വെച്ചിട്ടാണ് ഒരു പീസിന് വില വന്നിട്ടുള്ളത്. ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂട്ടിയിട്ടുള്ള വിലയാണ് ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടിയ വിലയാണ് ഞാൻ പറയുന്നത്. അടുത്തത് നമ്മുടെ 5 വോൾട്ടിന്റെ സിംഗിൾ ചാനൽ റിലേ മൊഡ്യൂൾ ആണ്. ഇതിന് വില വന്നിട്ടുള്ള 33 രൂപയാണ്. ഇതും പ്രോജക്റ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അടുത്ത 2 DC ജാക്കുകളാണ്. DC പിന്നിന് വില വന്നിട്ടുള്ളത് ഒന്നിന് ഏകദേശം 10 രൂപ വില വന്നിട്ടുണ്ട്. അടുത്ത ഒരു മൈക്രോ കോയിൻ ടൈപ്പ് ഒരു വൈബ്രേറ്റർ ആണ്. ഇതിന് വില വന്നിട്ടുള്ളത് 22 രൂപയാണ്. അടുത്ത ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വീടുകളിലെല്ലാം ഉപകാരപ്പെടും. അതേപോലെ നമ്മുടെ വീട്ടിൽ തൽക്കാലം ആളില്ലാത്ത സമയത്തൊക്കെ നമ്മുടെ വീട്ടിലെ ലൈറ്റുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. രാത്രി സമയങ്ങളിൽ തന്നെ നമ്മുടെ ലൈറ്റ് ഓൺ ആകാനും രാവിലെ ആകുമ്പോൾ തന്നെ ഓഫ് ആകാനും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ്
പ്രോഡക്റ്റ് ആണിത്. ഇതിന് വില വന്നിട്ടുള്ള 174 രൂപയാണ് നമുക്ക് ഈ സൈറ്റിൽ വില വന്നിട്ടുള്ളത്. ഇത് ജസ്റ്റ് നമുക്ക് കണക്ഷൻ ഒക്കെ എങ്ങനെ കൊടുക്കാന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഇനിയിപ്പോ ഒരു പ്രോഡക്റ്റും കൂടെ ഉള്ളൂ, നമുക്ക് അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം ഈ രണ്ടെണ്ണം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് DC to AC ഒരു കൺവെർട്ടർ ആണ്. 100 വാട്ട് ഔട്ട്പുട്ട് വരെ എടുക്കാൻ പറ്റുന്ന ഒരു കൺവെർട്ടർ ആണ്. നമുക്ക് ജീപ്പ്, ലോറി, കാർ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നമുക്ക് നേരിട്ട് നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാനും ലാപ്ടോപ്പ് ഒക്കെ വർക്ക് ചെയ്യിക്കാനും ഇത് ഉപകാരപ്പെടും. അതുപോലെ വീട്ടിലൊക്കെ അത്യാവശ്യം കറണ്ട് പോകുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാം. 100 വാട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഒരു 9 വാട്ടിന്റെ 10 ബൾബ് വരെ നമുക്ക് ഇതിൽ പ്രവർത്തിപ്പിക്കാം. ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ DC കൊടുക്കണം. 12 വോൾട്ട് DC കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് 220 വോൾട്ട് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. അതേപോലെ 5 വോൾട്ട് ഔട്ട്പുട്ട് ഇതിൽ കിട്ടും. നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ നേരിട്ട് ഇരുന്ന് ചാർജർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവർലോഡിന്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്, പവറിന്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്, ഒരു സ്വിച്ചും വന്നിട്ടുണ്ട്. ഇത്രയും ഇതിൽ ഫംഗ്ഷൻ ഉള്ളൂ. ഇത് നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. നമുക്ക് ഓട്ടോമാറ്റിക് ഓൺ ഓഫ് സ്വിച്ച് ജസ്റ്റ് അങ്ങനെ കണക്ഷൻ കൊടുക്കുക എന്നൊക്കെ ഉള്ളത് നോക്കാം. കൊച്ചുകുട്ടികളൊന്നും ചെയ്യരുത്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ലൈൻ ഇൻ, വൈറ്റ് ന്യൂട്രൽ, ലോഡ് റെഡ്. അതിനായിട്ട് നമുക്ക് ഈ ഹോൾഡറിന്റെ ഒരു വയറിലേക്ക് റെഡ് ലോഡിൽ കൊടുത്തിടാം. റെഡ് ലോഡിൽ കൊടുത്തു. ഇനി നമുക്കുള്ളത് ഒരു ന്യൂട്രലാണ്, അത് വെള്ളയിലേക്ക് കൊടുക്കാം. ഇതിന്റെ ന്യൂട്രലും ബൾബ് ഹോൾഡറിന്റെ ന്യൂട്രലും കൂടെ കേട്ടോ. ഈ റിലേ എന്നുള്ള ഔട്ട് നമ്മൾ ബൾബിന്റെ ഹോൾഡറിലേക്ക് കൊടുത്തു. പിന്നെ ബൾബിലേക്ക് ഒരു ന്യൂട്രലാണ് വേണ്ടത്, അതിന്റെ ന്യൂട്രലും റിലേന്റെ ന്യൂട്രലും കൂടെ കൊടുത്തു, ഒരുമിച്ച് കൊടുത്തു. അപ്പൊ പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനിയിപ്പോ ഈ റിലേയിലേക്ക് ഒരു ഫേസ് കൊടുക്കണം. ഒന്നിലേക്ക് നമ്മൾ കൊടുക്കുന്നു, അടുത്ത് കൊടുക്കുന്നു. ഇനി നമുക്കൊരു സപ്ലൈ കൊടുത്തു നോക്കാം. ഫേസ് ന്യൂട്രൽ ഇതിലേക്ക് കൊടുക്കാൻ പോവാണ്. ഫേസ് ന്യൂട്രൽ ഇതിൽ വന്നിട്ടുണ്ട്. ശേഷം നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം. രാത്രിയിൽ ഇതുപോലെ നമുക്ക് ഇതിലേക്കുള്ള ലൈറ്റ് പോകാൻ നേരത്ത് ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓൺ ആവും. അതുപോലെ തന്നെ രാവിലെ ആവുമ്പോൾ വെട്ടം വരുന്ന സമയത്ത് ഇതുപോലെ താനെ ഈ ലൈറ്റ് ഓഫ് ആവും. ഇതാണ് ഇതിന്റെ സിസ്റ്റം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ DC to AC കൺവെർട്ടർ ആണ്. ഇതിന് വേണ്ടിയിട്ട് ലിഥിയം ബാറ്ററി 3 വെച്ചിട്ട് ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതേപോലെ ഒരു BMS വെച്ച് ചെയ്യുവാണെങ്കിൽ 3 വെച്ചിട്ട് നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാം. ഒരു ലാപ്പിന് ചാർജ് ചെയ്യാനോ ഒക്കെ ആയിട്ട് എടുക്കാം. ഇതിന് പകരം നമ്മളിപ്പോൾ 12 വോൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു DC അഡാപ്റ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ 12 വോൾട്ട് ബാറ്ററിക്ക് പകരം നമ്മൾ 12 വോൾട്ട് അഡാപ്റ്ററിൽ നിന്ന് നേരിട്ട് പവർ കൊടുക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു സോക്കറ്റ് ഒക്കെ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മേടിച്ച സോക്കറ്റ് ആണിത്. ഓൺ ആക്കി നോക്കാം. ലോൺ ആയിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് 230 വോൾട്ട് ഔട്ട് പോക്കറ്റ് കൂടെ കിട്ടും. 9 വാട്ടിന്റെ പോളിക്യാബിന്റെ ബൾബാണ്. ഇത് പ്രകാശിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ബ്രൈറ്റ് കുറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്ററിന് കൊടുത്തതുകൊണ്ടാണ്. ഇത് 2 ആംപിയർ അഡാപ്റ്റർ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ് അത് അങ്ങനെ കാണുന്നത്. 2 സോക്കറ്റിലും പവർ വരുന്നുണ്ട്. ആംപിയറുള്ള നല്ല ബാറ്ററി കൊടുക്കുമ്പോൾ നല്ലപോലെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൽ 5 വോൾട്ട് വരുന്നുണ്ടോ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മൈക്രോ C ഡാറ്റ കേബിൾ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ മേടിച്ച പവർ ബാങ്കിന്റെ കേസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ചാർജ് ആകുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ ഇതിൽ ചാർജ് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ബ്ലൂ കളറും അതേപോലെ ചാർജ് ആകുമ്പോൾ റെഡ് ബ്ലിങ്കിങ്ങും ആണ് ഇതിൽ ഇൻഡിക്കേഷൻ കാണുന്നത്. ഇത് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മൊബൈലിലേക്കും കൂടെ ചാർജ് കയറുന്നുണ്ടോ നോക്കാം. നമുക്ക് ഇതിൽ കൊടുക്കാം. ഇത് നമ്മൾ ചുമരിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് പിന്നീട് കാണിക്കാം. ഇതാ നമുക്ക് ചാർജ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വീലുകൾ നമ്മുടെ കട്ടിലിൽ ഒന്ന് തിരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഇതിന് 3 സ്ക്രൂവിനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സ്ക്രൂ അടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ണത്തിന് പുറത്തേക്ക് പോകും. അതുകൊണ്ട് സ്ക്രൂ അത്ര പോസിബിൾ അല്ല. അപ്പൊ നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ഒരു സ്ക്രൂ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഡബിൾ സൈഡ് ടൈപ്പ് നമുക്കൊന്ന് പീൽ ചെയ്യാം. ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിവിടെ ഒട്ടിക്കാം. ഇത് ഒട്ടിയിട്ടുണ്ട്. ഒരു ബലത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ഡ്രൈവാള് 2 അടിക്കാം. ഇപ്പൊ നമ്മൾ 2ാമത്തെ കാലിൽ കൊടുക്കുകയാണ്. 3ാമത്തെ കാലിലാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ 4ാമത്തെ കാലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കട്ടിലിലെ 4 കാലിലും സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ജസ്റ്റ് നിവർത്തിയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ കട്ടിലിന്റെ 4 കാലിലും സംഭവം ഫിറ്റ് ചെയ്തു. ഇത് നമുക്ക് ഇതാണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് റൂമിലൂടെ വലിച്ചു നീക്കാനും എല്ലാം സാധിക്കും. സ്ത്രീകൾക്കൊക്കെ വളരെ സുഖം. ഇതുപോലെ പൊക്കാനും നീക്കാനൊക്കെ ഉള്ള സാധനത്തിന്റെ അടിയിൽ ഇതുപോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരപ്പെടും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സാധനങ്ങളൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് ഒന്ന് കമന്റായിട്ട് എഴുതിയേക്കണേ. വാങ്ങുവാനുള്ള ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റിൽ പിൻ ചെയ്തേക്കാം. അതേപോലെ ടാഗും കൂടെ ചെയ്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കമന്റ് ആയിട്ട് എഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്ന ഓഫർ ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നുണ്ട്. അതിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറിൽ പ്രോഡക്റ്റുകൾക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വിഷയങ്ങളുമായി അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം. അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.